നമ്മളിന്ന് ഒരു തേങ്ങയില്ലാത്ത തേനെല്ലിക്ക ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ. അപ്പോൾ കുറച്ച് നെല്ലിക്ക പുഴുങ്ങി ആവിയേറ്റി പുഴുങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. നമുക്ക് ചൂട് കെട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പനങ്കൽക്കണ്ട് ഇട്ട് കൊടുക്കാം. ഇത് ഉരുകി ശർക്കര ഉരുകണം പോലെ ഉരുകിയിട്ട് വരട്ടെ. പനങ്കൽക്കണ്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഉരുകി തരട്ടെ. അങ്ങനെ പനങ്കൽക്കണ്ട നന്നായിട്ട് ഉരുകി പാനി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ പുഴുങ്ങി ഹോളിട്ട് വെച്ച നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ശർക്കര ഈ പനങ്കൽക്കണ്ടിൻ്റെ നീരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പിടിക്കത്തക്ക വിധത്തിൽ നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തേനെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേനില്ലാത്ത തേനെല്ലിക്ക. അപ്പോൾ നമുക്ക് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചു നോക്കാം. അതൊരു ചില്ല് ഭരണിയിലാക്കി നമുക്ക് എടുത്തേക്കും.